വെറും അഡൽട്സ് ഉള്ള എപ്പിസോഡായി കളഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 7 29ാമത്തെ എപ്പിസോഡ് വെറും അഡൽട്സ് ഉള്ള എപ്പിസോഡായി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അനുമോൾ എന്ന് പറഞ്ഞാൽ അനുമോൾ ഒരു ബോംബ് കത്തിച്ച് പിടിച്ചാണ് നടക്കുന്നത്. അത് ഓരോ വീക്കിലും എന്തെങ്കിലും കാണും പുള്ളിക്കാരത്തിനെങ്കിൽ അതിങ്ങനെ കത്തിച്ച് പോയിട്ട് കറക്റ്റ് സമയമാകുമ്പോൾ എടുത്ത് അങ്ങോട്ട് പൊട്ടിക്കും. പിന്നെ പുള്ളിക്കാരത്തി ഒന്നും പറഞ്ഞിട്ടില്ല, രാമനാരായണ എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കും. എന്തുവാണെങ്കിലും ഇതൊക്കെ വലിയ പ്രശ്നമാക്കണോ അല്ല ഇതൊക്കെ വലിയൊരു കാര്യമാക്കി എടുക്കണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച്. കാരണം എന്തിനാ പുതപ്പിനടിയിൽ കിടന്നു ഉറങ്ങുന്ന ആൾക്കാർ ഉറങ്ങുന്നു, ഉറങ്ങാത്ത ആൾക്കാർ. അനുമോൾ എന്തായാലും ഞാൻ 2 ദിവസം ഉറങ്ങാതിരിക്കുകയായിരുന്നു. എന്താണെന്ന് കണ്ടുപിടിക്കാതിരിക്കുകയായിരുന്നു. ഞാൻ ഉറക്കം അഭിനയിച്ച പോലെ കിടക്കുകയാണ്. ഏത് ജിസയിലും ആര്യനും കൂടെ പുതപ്പിനടിയിൽ നിന്ന് കിസ് ചെയ്തു എന്നുള്ളതാണ് അനുമോൾ പറയുന്ന കാര്യം. അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചത് കാണുമ്പോഴല്ലോ ചിരിച്ചു പോവും. ഞാൻ കണ്ടായിരുന്നു, 2-3 ദിവസം കണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, എനിക്ക് ബ്ലാങ്കറ്റ് വേണം, കട്ടിൽ വേണം, എനിക്ക് കിടന്നേ കാണിക്കാൻ പറ്റുള്ളൂ. അത് കാണാൻ കുറേ ആൾക്കാർ. ഇത് കണ്ടപ്പോഴത്തേക്ക് അയ്യെന്ന് പറഞ്ഞ് അക്ബർ ഒരു മൂലക്കോട്ട് മാറി നിൽക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം? അതിൽ ഒനീലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഇഷ്ടമായത്. കാരണം കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടായിരിക്കാം. പുള്ളിക്കാരത്തി എന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത്, പുള്ളിക്കാരത്തി എത്ര പെർഫെക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് ചിലർ പറയുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അനുമോക്ക് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, അല്ല ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്? പക്ഷേ പ്രേക്ഷകർ കണ്ട കാര്യങ്ങളാണ്. ലൈവിൽ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. ചെറിയ ക്ലിപ്സുകളൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബിലെല്ലാം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവി ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇത് ലൈവാണ്, ഇത്രയും ക്യാമറ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വെച്ചേക്കുകയാണ് എന്നുള്ളൊരു ബോധം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അതിപ്പോൾ ഇവിടെ ഒരു അനുമോൾ സംസാരിച്ചു, പക്ഷെ അനുമോൾ പറഞ്ഞില്ലല്ലോ, ഇത് നാട്ടുകാരെല്ലാം കാണുന്നുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടുള്ള കാര്യം കൂടിയാണ് ബിഗ് ബോസ്. മനസ്സിലാക്കുന്നുണ്ട്. ബിഗ് ബോസ് കേൾക്കാൻ വേണ്ടി പറയണം. ഒരു പ്രേക്ഷകൻ എന്ന നിലയിലുള്ള ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ഇതൊന്നും സംസാരിക്കണം, ഇതിൻ്റെ കൃത്യമായ വിഷ്വൽ കാണണം. നമുക്കറിയാം, നമുക്ക് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്യൂരിയോസിറ്റി മലയാളികൾക്ക് ഒത്തിരി ഉണ്ട്. എനിക്ക് കൂടുതലുണ്ട്. എനിക്ക് ഇതിൻ്റെ വിഷ്വലൊക്കെ കണ്ട് എന്താണെന്നുള്ള കാര്യം ഒന്ന് അറിയണമെന്നുണ്ട്. പാവപ്പെട്ട അനുമോൾ പറഞ്ഞത് സത്യസന്ധമായിട്ടാണോ എന്നുള്ള കാര്യം എന്തായാലും അറിയണം. ലാലേട്ടൻ വരുമ്പോഴത്തേക്കൊന്ന് കാണിച്ചു തരണം കേട്ടോ. എന്തായാലും 29ാമത്തെ എപ്പിസോഡ് അഡൽട്സ് ഉള്ള എപ്പിസോഡാണ്. അനുമോൾ കൊണ്ടുപോയ എപ്പിസോഡ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി കപ്പം കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പല ആൾക്കാരുടെയും പൊയ്മുഖങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ട് പോവുകയാണോ, അല്ല അവരറിയാതെ ചെയ്യുന്ന കാര്യമാണോ, ഇവരിങ്ങനെയാണോ? ഒരു ഭാവയും കെട്ടിപ്പിടിച്ചോ നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ? വന്ന 5 എണ്ണം എങ്ങനെയുള്ളതാണെന്നുള്ള കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം. വൈൽഡ് കാർഡ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതായാലും ശരി.